ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് മടി കാരണം എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഭയങ്കര മടിയാണ് ഈ ഇടയായിട്ട്. വീഡിയോ എടുത്തു തുടങ്ങിയാൽ കണ്ടിന്യൂസ് എടുക്കും, പക്ഷേ എടുക്കാത്ത കാരണം എനിക്ക് നല്ല മടി, നല്ല തല്ലിൻ്റെ കുറവുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഞാനപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഇറങ്ങാറായപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1-2 കടകളിലൊക്കെ കയറാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. നല്ല മഴക്കാറ്. കോട്ടാണെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോന്നു, കാരണം വണ്ടിയുടെ ഉള്ളിൽ കുറേ സാധനങ്ങളുള്ള കാരണം. കഴിഞ്ഞ ദിവസം കടയിൽ എവിടെയോ പോകാൻ പോയപ്പോൾ അതിലെ കോട്ടൊക്കെ എടുത്ത് മാറ്റി അവിടെ വെച്ചിട്ട് ഞാൻ വണ്ടി മാത്രം കൊണ്ടുവന്നു. ഞാൻ കറക്റ്റായിട്ട് കോട്ട് എടുക്കാതെ വരുന്ന ദിവസം എനിക്ക് മഴ കിട്ടാറുണ്ട്. ഇന്നും അതുപോലെ മഴ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നേരെ തന്നെ തൊട്ടടുത്തുള്ള സ്നാക്സൊക്കെ വിൽക്കണ ഒരു കുഞ്ഞു കടയിലോട്ടാണ് പോയത്. അവിടെ ഒരു ചേച്ചിയുണ്ട്, എനിക്ക് പരിചയമുണ്ട് ആ ചേച്ചീനെ. അപ്പോൾ ഞങ്ങളുടെ അവിടെ അടുത്ത് പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. ആ പള്ളിയിലെ പെരുന്നാൾ, എനിക്ക് ഇങ്ങനെ പള്ളിയിലെ പെരുന്നാൾ, പിന്നെ അമ്പലത്തിലെ ഉത്സവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനും. ഒരുപാട് പെട്ടിക്കടക്കാരും എല്ലാവരും ഉണ്ടാവും. പണ്ടൊക്കെ എൻ്റെ അമ്മാമ്മയുടെ കൂടെ പോയി ഞങ്ങൾ വളയും മാലയൊക്കെ മേടിക്കുന്നതൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ അവിടെ നിന്ന് പലഹാരമൊക്കെ മേടിച്ച് ഞാൻ നേരെ നമ്മുടെ കുട്ടൂസിൻ്റെ ന്യൂ ഇയർ ഫ്രണ്ടും ക്രിസ്മസ് ഫ്രണ്ടും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പോൾ ട്യൂഷൻ ടീച്ചർ തലേ ദിവസം മെസ്സേജ് ഇട്ടു, 50 രൂപയിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരൂ, നമുക്ക് ഫ്രണ്ടിന് ഇടാമെന്നും പറഞ്ഞിട്ട്. 50 രൂപയ്ക്കൊന്നും ഇപ്പോൾ ഒരു ഗിഫ്റ്റും കിട്ടാനില്ല. ഞാൻ വാങ്ങിച്ചത് 50-ന് മേലുണ്ട്. ഒരു മെഴുകുതിരിയാണ്, സ്മെല്ല് വരുന്നൊരു മെഴുകുതിരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ അവൾ. അപ്പോൾ അതേ നല്ല മഴയുണ്ട്. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പായി ഞാൻ വീടെത്തുന്നതിന് മുമ്പ് മഴ പെയ്യുന്നു. കാരണം എനിക്ക് ചിക്കൻ വാങ്ങിക്കാൻ കയറണം. ചിക്കൻ മേടിക്കാൻ വേണ്ടി കയറി, കാരണം പിറ്റേ ദിവസം സൺഡേ ആണ്, കറി വെക്കാൻ എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിക്കാനായിട്ട് കയറണം. ചിക്കൻ വാങ്ങിക്കാൻ കയറി ചിക്കനൊക്കെ ഓക്കെ അരിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും മഴ, നല്ല അടിപൊളി മഴ. എൻ്റെ കൂടെ 2-3 പേര് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കോട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നനഞ്ഞു പോകാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷെ അപാര മഴ. നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നനയും. പക്ഷെ ഞാൻ ലാസ്റ്റ് മൊത്തം മഴ മാറുന്നപ്പോൾ വരെയൊന്നും നോക്കി നിന്നില്ല. ഞാൻ നനഞ്ഞ് തന്നെയാണ് പകുതി പോയത്. എന്നെ കണ്ടതും കുഞ്ഞു പോയി കട്ടിലിൽ കിടന്നുറങ്ങണ സീനാണിത്, ഒളിച്ച് കിടന്നുറങ്ങണത് സീനാണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ നനഞ്ഞു കേട്ടോ. മഴയൊക്കെ നനഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അതിനുശേഷം ഞാൻ വീട്ടിൽ ക്ലീനിങ് ഒന്നും നിന്നില്ല. ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മഴയത്ത് കയറി വന്ന കാരണം ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചായ കുടിച്ചിട്ടാവാം ക്ലീനിങ്ങും പരിപാടിയെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ക്ലീനിങ് ഉണ്ട്. പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണല്ലോ, അപ്പോൾ ഒരുപാട് ചത്ത് കിടന്നിന്ന് പണിയെടുക്കണ്ട, എന്തായാലും നാളെ പണിയെടുക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു മടി പിടിച്ച് ഇരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് നേരം വെക്കും കേട്ടോ. എനിക്ക് ഈ ചിക്കൻ്റെ മണം, ഞാൻ തന്നെയല്ലേ കഴുകുന്നതും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ എനിക്കതങ്ങോട്ട് മനസ്സിൽ പിടിക്കില്ല. പിന്നെ ചോരമായി ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചിക്കനിലും മീനിലായാലും ചോര ഇരിക്കണതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നേരം മുക്കി വയ്ക്കും. അതിന് ശേഷമാണ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. രാത്രി തന്നെ കുക്ക് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് എൻ്റെ പ്ലാനിങ് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ സൺഡേ ആയതുകൊണ്ട് നാളത്തേക്ക് മതി, രാത്രി വേണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടൂസ് ട്യൂഷന് പോയിട്ടോ. കുട്ടൂസിന് വൈകുന്നേരം ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടൂസ് ട്യൂഷന് വരാറായപ്പോഴേക്കും ഞങ്ങളെ വിളിച്ചു. ഒന്നാമത് ഇരുട്ടല്ലെങ്കിലും രാത്രി വൈകുന്നേരങ്ങൾ ട്യൂഷനുള്ള സമയത്ത് അവൾ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയിട്ട് വിളിക്കും കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി അങ്ങോട്ട് പോകും, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയമായപ്പോഴേക്കും മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവിന് ഈ പ്രാവശ്യം ട്യൂഷന് വിട്ടിട്ടില്ല. അടുത്ത കൊല്ലം തുടങ്ങി എന്തായാലും, അടുത്ത കൊല്ലം കുഞ്ഞു 5-ലാണ്, 5-ാം ക്ലാസ് തുടങ്ങി എന്തായാലും കുഞ്ഞുവിന് ട്യൂഷന് വിടണമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു ഇപ്പോൾ ഭയങ്കര ഉഴപ്പാണ്, പഠിക്കാനൊക്കെ കുറച്ച് ഉഴപ്പായി. അപ്പോൾ 5-ാം ക്ലാസ് മുതൽ ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിക്കണം. അപ്പോൾ കുട്ടൂസ് ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടുകാരിയുടെ വീട്ടിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയി അവിടെ ചെന്ന് വിളിക്കുമ്പോഴേക്കും കൂട്ടുകാരിയും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവരെല്ലാവരും കൂടി അവളെ അവിടെ കൊണ്ടുവന്ന് ആക്കും. അപ്പോൾ വേറൊരു പ്രത്യേക വിശേഷം പറയാൻ ഞാൻ മറന്നുപോയി. നമ്മുടെ കുട്ടൂസ് വലിയ കൊച്ചായിട്ടുണ്ട്.
അപ്പോൾ വലിയ കൊച്ചായത് പ്രമാണിച്ച് കുട്ടൂസിൻ്റെ കൂട്ടുകാരിയും ട്യൂഷൻ ടീച്ചറൊക്കെ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ആൾ വരുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് ആൾ വരുന്നത്. കൂട്ടുകാരിയുടെ അമ്മ ബിരിയാണിയാണ് കൊടുത്തത്. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. കൂട്ടുകാരിയുടെ അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ട്യൂഷൻ ടീച്ചർ സമൂസ, പിന്നെ എന്താ വേറെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത് എത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ. ആരെയും മുഷിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, സീ യു.